നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ പോരാളികൾക്ക് ഇതെങ്കിലും ജയിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്നാണല്ലോ മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. അത് മാറി. ദൈവത്തിൻ്റെ പോരാളികൾ ഒരു കളി ജയിച്ചിട്ട് പിന്നെ ബാക്കി തോറ്റേ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടീം ജയിച്ചേ പറ്റൂ. പക്ഷേ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. രോഹിത്തിന് കഴിഞ്ഞ കളിക്ക് പരിക്ക് പറ്റി അദ്ദേഹം കയറിപ്പോയി. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് എന്നാണ് ലഭിച്ച വിവരം. 13 പന്തിൽ നിന്ന് 19 റൺസാണ് അപ്പോൾ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം നെറ്റ്സിൽ ലേറ്റായിട്ടാണ് എത്തിയത്. ലൈറ്റ് വാമപ്സ് മാത്രമാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് ജോഗിങ് ചെയ്തിട്ട് കുറഞ്ഞ സമയം മാത്രം നെറ്റ്സിൽ അദ്ദേഹം ചിലവഴിച്ചു. അപ്പോൾ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസ് ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, സെയിം ടീം കൊണ്ട് ഇറങ്ങാം. ഇഫ് ഹീ ഈസ് നോട്ട് അവൈലബിൾ, അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ QDK കളിപ്പിക്കണം. QDK കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓവർസീസ് പ്ലെയർ ഒഴിവാക്കണം നിലവിലുള്ള സ്ക്വാഡിൽ നിന്ന്. റുദർഫോർഡോ, മിച്ചൽ സാന്നറോ, ട്രെന്റ് ബോൾട്ടോ, അതിലൊരാൾ ഒഴിവാക്കേണ്ടി വരും. അതല്ല ഇനി 3 പേരെയും നിലനിർത്തണം എങ്കിൽ പിന്നെ വിദർഭയുടെ ഓപ്പണർ ദാനിഷ് മലേവാറിനെ കളിപ്പിക്കേണ്ടി വരും നമ്മുടെ രോഹിത് ശർമ്മക്ക് പകരം. അതല്ല വളരെ എക്സ്പെൻസീവായിട്ട് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെന്റ് ബോൾട്ടിനെ ഒഴിവാക്കി അശ്വിനി കുമാറിനെ കൊണ്ട് ബൗൾ ചെയ്യിക്കുകയാണെങ്കിൽ QDK അവർക്ക് സ്ലോട്ടിങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഇപ്പം രോഹിത് കളിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകും. വിൽ ജാക്സ് ഈ കളിക്കും അവൈലബിൾ അല്ല. ഹീസ് ഓൺ ദി വേ ടു ഇന്ത്യ. വരും മത്സരങ്ങൾക്ക് അധികം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോബബിൾ 12 നമ്മൾ നോക്കിയാൽ രോഹിത് ശർമ്മ ഓർ ഡാനിഷ് മലേവാർ രണ്ടിലൊരാൾ ഇറങ്ങും. രോഹിത് ഓക്കെ ആണെങ്കിൽ അദ്ദേഹം തന്നെ കളിക്കും. ദെൻ റിയാൻ റിക്കിൾട്ടൺ. അതിനുശേഷം സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഷർഫേൻ റുദർഫോർഡ്, നമാൻദിർ, മിച്ചൽ സാന്നർ, ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 12. ഇനിയിപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുമോ അത് രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസ് അനുസരിച്ചിരിക്കും. PBKസിനെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ സെയിം ടീം വെച്ച് തന്നെയാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിസൾട്ട് അവർക്ക് അനുകൂലമായിട്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 12 പ്രിയാൻ ഷാരിയ, പ്രഭ്സിമ്രാൻ സിംഗ്, കൂപ്പർ കനോലി, ശ്രേയസ് അയ്യർ, നെഹാൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ യെൻസന്, സാവിർ ബാറ്റ്ലറ്റ്, വിജയ് കുമാർ വൈശാഖ്, ഹർഷ്ദീപ് സിംഗ്, യശ്വന്ത് ചാഹൽ. ഇത് പിച്ചിൻ്റെ സ്വഭാവം എന്ത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ മുംബൈയിൽ ഇപ്പോൾ നല്ല ചൂടാണ്. ഒരു സഡൻ സർജ് ഇൻ ടെമ്പറേച്ചർ സംഭവിച്ചിട്ടുണ്ട്. ഈ വീക്കിന് ഒരു യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് പ്രതീക്ഷിക്കുന്നത്. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കണ്ടീഷൻ ഒട്ടും എളുപ്പമായിരിക്കില്ല കളിക്കാൻ. കാത്തിരുന്ന് കാണാം ഇന്നെന്ത് സംഭവിക്കുമെന്ന്. എന്തായാലും മുംബൈക്ക് വിജയിച്ചേ പറ്റൂ. PBKs ആണെങ്കിൽ മിന്നും ഫോമിൽ കളിക്കുന്ന ടീമാണ്. നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.